നമസ്തേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 4 കുക്ഷിശാസ്താവ് കൈലാസത്തിലേക്ക് എന്ന ഭാഗം ഇന്നിവിടെ പാരായണം ചെയ്യുന്നു. 41-ാം ദിനത്തിൽ പതിവിൻ വിപരീതമായി നന്ദികേശനെ മാറ്റി ശ്രീവിനായകനും സ്കന്ദനുമായിരുന്നു കൈലാസത്തിന്റെ കവാടത്തിൽ കാവലാളായി നിന്നിരുന്നത്. കൈലാസത്തിൽ ചെന്നെത്തിയ കുക്ഷിശാസ്താവിനെ തന്റെ പോത്തിന്റെ പുറത്തുള്ള ആഗമനത്തെ ശ്രീ വിനായകനും ശ്രീ സുബ്രഹ്മണ്യനും കൈലാസത്തിലേക്ക് കടത്തിവിട്ടില്ല. പല രീതിയിൽ പറഞ്ഞു നോക്കിയെങ്കിലും അകത്തേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം ഉഗ്ര രാക്ഷസനായ ജലന്ധരന്റെ ശല്യപ്രകാരം സർവ്വദേവാദിദേവകളും മഹാദേവന്റെ മുന്നിൽ സങ്കടം ബോധിപ്പിക്കാൻ വന്നെത്തിയിരുന്നു. തന്റെ സഹോദരന്മാരായ ശ്രീ വിനായകനെയും സ്കന്ദനെയും കബളിപ്പിക്കുവാൻ സ്വാമി തീരുമാനിച്ചു. സർവജ്ഞാനിയായ ഭഗവാൻ കുക്ഷിശാസ്താവ് തന്റെ ജ്ഞാനദൃഷ്ടിയിൽ വന്നെത്തിയ ദേവന്മാരുടെ കൂട്ടത്തിൽ മഹാവിഷ്ണു മാത്രം ഇല്ലെന്ന് മനസ്സിലാക്കിയതും മായാജാലക്കാരനായ സ്വാമി തന്റെ രൂപം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപമാക്കി മാറ്റി. സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തതായിരുന്നു തന്റെ രൂപമാറ്റം. പിന്നെ ഭയഭക്തിയോടെ മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ച കുക്ഷിശാസ്താവിന് ശ്രീ വിനായകനും സ്കന്ദനും കൈലാസത്തിലേക്ക് പ്രവേശനം നൽകി. തന്റെ രൂപം മാറി അച്ഛന്റെയും അമ്മയുടെയും ദേവഗണങ്ങളുടെയും മുന്നിൽ ചെന്ന കുക്ഷിശാസ്താവിനെ സാക്ഷാൽ പരമശിവൻ തിരിച്ചറിഞ്ഞു. ആ സമയം ജലന്ധരന്റെ ശല്യം സഹിക്കവയ്യാതെ പരാതി ബോധിപ്പിക്കുവാൻ വന്ന് ഇന്ദ്രനും മറ്റും ദേവഗണങ്ങളും രൂപം മാറിയ മഹാവിഷ്ണുവിനെ കണ്ട് വന്ദിച്ചു. ജലന്ധരന്റെ തടവിലായിരുന്ന വിഷ്ണുദേവനും അവിടെ വന്നെത്തി എന്നാണ് എല്ലാവരും കരുതിയത്. തന്റെ മായാരൂപം തിരിച്ചറിഞ്ഞ മാതാപിതാക്കളുടെ മുന്നിൽ കുക്ഷിശാസ്താവ് തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷമായി. ഇത് കണ്ട ദേവഗണങ്ങളെല്ലാം അമ്പരന്നുപോയി. മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ച കുക്ഷിശാസ്താവിനെ എല്ലാവരും വിഷ്ണുമായ എന്ന് വിളിച്ചു. അങ്ങനെ വിഷ്ണുമായ എന്ന നാമം കുക്ഷിശാസ്താവിന് പ്രാപ്തമായി. മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ചതിനാൽ മാത്രമല്ല വിഷ്ണു ഭഗവാന്റെ ശക്തി ചൈതന്യവും കുക്ഷിശാസ്താവിനെ വലയം ചെയ്യപ്പെട്ടതുകൊണ്ടുമാണ് വിഷ്ണുമായ എന്ന തിരുനാമം ഉണ്ടായത്. സ്വപുത്രന്റെ വരവിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ യുഗങ്ങളിലെ ആദിയുഗമായ കൃതയുഗത്തിലെ യുഗപുരുഷനാണ് ശ്രീ വിഷ്ണുമായ എന്ന് എല്ലാവരോടും പറയുകയും അവതാര ഉദ്ദേശത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. എല്ലാം ഗ്രഹിച്ച ദേവഗണങ്ങൾ വളരെ സന്തോഷത്തോടെ കൈലാസത്തിൽ നിന്നും വിടകൊണ്ടു. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.